Welcome back to a new video, guys. So, part 4 of trying to pass a 25K funding challenge. So, last update നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു. സോ ലാസ്റ്റ് ട്യൂസ്ഡേക്ക് ശേഷം ഏതൊക്കെ ട്രേഡ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ അവസ്ഥ എന്താണ് ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോണത്. സോ ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ട്രേഡ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് USD CHFിലായിരുന്നു ആൻഡ് ആ ഒരു ട്രേഡ് ലോസ് ആയിരുന്നു. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ട്യൂസ്ഡേ നമ്മൾ മൺഡേ രണ്ട് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ട്യൂസ്ഡേ ആയിരുന്നു തേർഡ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ടോട്ടൽ ഒരു 3 ട്രേഡ്സ് ആയിരുന്നു ആൻഡ് ലാസ്റ്റ് വീക്കിൽ എടുത്തിട്ടുള്ള എല്ലാ ട്രേഡ്സും ലോസ് ആയിരുന്നു. ഓക്കെ, ഒരു ലോസിങ് സ്ട്രീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, 3 ട്രേഡ്സ് ആണ് നമുക്ക് ലോസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ടോട്ടലി നോക്കുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് 1 2 3 4 5 6 7 ട്രേഡ്സ് ആണ് 2 വീക്സ് ആയിട്ട് ഈ ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടുള്ളത്, ഈ ഒരു 25K ഫേസ് 1 എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 1 2 3 4 ട്രേഡ്സ് ആയിരുന്നു ആൻഡ് 3 ട്രേഡാണ് നമ്മുടെ ഡയറക്ഷനിലോട്ട് പോയിട്ടുള്ളത്. ജസ്റ്റ് ഒരു 45% വിൻ റേറ്റ് ആണ് കറൻ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 42.86%. ഓക്കെ, സോ 1 2 3 4 5 6 7 8 ട്രേഡ്സ് എടുത്തു. അതിൻ്റെ അകത്ത് 1 2 3 4 4 ഓക്കെ സോറി 1 2 3 4 5 6 7 ട്രേഡ്സ് എടുത്തു. സോ 7 ട്രേഡ്സ് എടുത്തതിൽ 4 ട്രേഡ് ആയിരുന്നു, 3 ട്രേഡ്സ് ആണ് നമ്മുടെ ഡയറക്ഷനിലോട്ട് പോയിട്ടുള്ളത്. സോ കറന്റ് വിൻ റേറ്റ് കിടക്കുന്നത് 42.86%. ആൻഡ് സ്റ്റിൽ നമ്മളൊരു 2% അപ്പാണ്, മോർ ദാൻ 2% അപ്പാണ്. സോ $565. സോ കറക്റ്റ് ഒരു പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 565 by 25,000 2.2% അപ്പാണ്. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് ഒരു ബാഡ് വീക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാഡ് വീക്ക് ആയിരുന്നു, ബട്ട് ഒരു NFP കൂടി ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് വീക്ക് എടുത്തിട്ടുള്ള 3 ട്രേഡ്സും ആയിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു ട്രേഡാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. സോ ആ ഒരു ട്രേഡ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന USD CHFിലായിരുന്നു. USD CHFിൽ ട്യൂസ്ഡേ 7:30 അപ് ടു 7:30 ന്യൂയോർക്ക് സെഷൻ്റെ അകത്തായിരുന്നു. ന്യൂയോർക്ക് സെഷൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടൻ ക്ലോസ് കിൽസോണിൻ്റെ അകത്തായിരുന്നു ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതെടുക്കാനുള്ള റീസൺസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിനുശേഷം ഇന്ന് സൺഡേ ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരു നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഒരു അനാലിസിസ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആൻഡ് ട്യൂസ്ഡേ നോക്കുവാണെങ്കിൽ ആ ഒരു ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. USD CHFിൽ ബാരിഷ്നെസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സ്ട്രോങ് ബാരിഷ് മൂവ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ബയാസ് ബാരിഷ് ആയിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രക്ചറിനകത്ത് ആ ഒരു പ്രീവിയസ് സ്ട്രക്ചർ ക്രിയേഷൻ ഇതായിരുന്നു. ആൻഡ് മൺഡേ ഒരു സ്ട്രോങ് ഡൗൺ മൂവ് വന്നു ആൻഡ് ഇവിടെ ഒരു സ്മോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ, സോറി ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ അതിൻ്റെ താഴെ കുറച്ച് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടായിരുന്നു. അതൊരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് അല്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ഒരു സ്ട്രോങ് ഇംപൾസ് ബാരിഷ് മൂവിൻ്റെ ബിഗിനിങ്ങിലായിട്ടുള്ള ഓപ്പോസിറ്റ് ക്യാൻഡിൽ എന്നെങ്കിൽ അതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ആ ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ചൊവ്വാഴ്ച വന്നിട്ട് 15 മിനിറ്റിലായിരുന്നു ആ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സി ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. സോ തൽക്കാലം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ആൻഡ് ഇവിടെ നമുക്ക് നല്ലൊരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിൽ എനിക്ക് മോർ ദാൻ 1% ലോസ് വന്നിട്ടുണ്ട്. അതിനുള്ള റീസണും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാൻ അവിടെ ചെറിയൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, ബട്ട് സ്റ്റിൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം, അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. ഓക്കെ, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊന്ന് ഈ ഒരു ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലണ്ടൻ സെഷൻ്റെ ഹൈ ആയിരുന്നു. ഓക്കെ, ആ ഒരു ദിവസത്തെ ലണ്ടൻ സെഷൻ്റെ ഹൈ ആയിരുന്നു അത്. സോ പ്രൈസ് എന്ത് ചെയ്തു? ആ ഒരു ലണ്ടൻ സെഷൻ്റെ ഹൈ പ്രൈസ് ഇവിടെ വെച്ചിട്ട് സ്വീപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്വീപ്പിന് ശേഷം നമുക്ക് എന്ത് കാണാം? ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റും പ്രൈസിൽ കാണാം. ഓക്കെ, ഇതൊക്കെ നടന്നിട്ടുള്ളത് ന്യൂയോർക്ക് സെഷൻ്റെ അകത്താണ്. ആൻഡ് എന്താ പറയുക, ഒരു 7 PM ആ ഒരു സമയത്താണ് ഇത് സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു 15 മിനിറ്റിലൊരു പാരിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്തോട്ട് പ്രൈസ് വന്നതിന് ശേഷം, അതായത് 7:30 നമ്മുടെ ആ ഒരു സിൽവർ ബുള്ളറ്റിൻ്റെ ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് കാണാം? ഒരു സ്ട്രോങ് ക്ലോസ് കിട്ടിയതാണ്. ഓക്കെ, ഈ ഒരു സ്ട്രോങ് ക്ലോസ് കിട്ടിയ ഒരു ടൈമിനായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സോ എൻട്രി പ്രൈസ് വന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓപ്പൺ പ്രൈസ്, ഓപ്പൺ ടൈം, ഓപ്പൺ പ്രൈസ് 0.8434, 0.8434.
8434. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് എൻട്രി വന്നിട്ടുള്ളത്. ഓക്കെ, 8434. ഓക്കെ, ഞാൻ 1 ലോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 25 പിപ്സ് ആയിരുന്നു. ഓക്കെ, സോ ഒരു കറക്റ്റ് ഒരു 1%-ൻ്റെ എസ് എൽ ആയിട്ടൊരു 25 പിപ്സ് ആണ് ഞാൻ ആദ്യം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 50 പിപ്സിൻ്റെ ടാർഗറ്റും സെറ്റ് ചെയ്തു. സോ എസ് എൽ പ്ലേസ്മെൻറ്റും എൻ്റെ ആ ഒരു പൊസിഷൻ സൈസിങ് അവിടെ അത്ര ക്ലീൻ അല്ലായിരുന്നു. ഓക്കെ, ഒരു 50 പിപ്സിൻ്റെ ടാർഗറ്റും സെറ്റ് ചെയ്തു. ആൻഡ് ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ പ്രൈസ് ഇവിടെ റിവേഴ്സ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഒരു ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിജക്ഷൻ വന്നിട്ടുള്ള ക്യാൻഡലിൻ്റെ ടോപ്പിലായിട്ട് കൊണ്ടുവച്ചു. ഓക്കെ, സോ എന്തായിരുന്നു മറ്റേ ഇതിപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് എസ് എൽ ആയിരുന്നു. സോ ആ ഒരു ട്രേഡ് എസ് എൽ ആയിരുന്നു. ഇതായിരുന്നു ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ട്രേഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പിലുള്ള ഒരു ട്രേഡാണ്. കാരണം ലണ്ടൻ സെഷൻ ഹൈ സ്വീപ്പ് ചെയ്ത് കാണാം. സെഷൻ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് 50-മിനിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. അതുപോലെ തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്ക് കൂടിയാണ്. നമ്മുടെ ക്ലീൻ സെറ്റപ്പ് അവിടെ ഫോം ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് നമ്മുടെ അഗെയിൻസ്റ്റ് ആണ് പോയിട്ടുള്ളത്. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റിൽ കറൻറ്റ് അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2% അപ്പാണ്. നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വീക്സ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീക്ക് എക്സ്പെക്ട് ചെയ്യണത്, കമ്മിങ് വീക്ക് എക്സ്പെക്ട് ചെയ്യണത് ഒരു ക്ലീൻ വീക്കാണ്. കാരണം ലാസ്റ്റ് വീക്ക് NFP ഉണ്ടായിരുന്നു. സോ NFPയുടെ ആ ഒരു വോളറ്റിലിറ്റൊക്കെ മാറിയിട്ട് ഒരു ക്ലീൻ പ്രൈസ് ആക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്കാണ് ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സോ ഈ ഒരു ട്രേഡ് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത് നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. സോ നെക്സ്റ്റ് വീക്ക് പ്ലേ ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ DXY എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ DXY നോക്കുവാണെങ്കിൽ നമ്മളൊരു സെല്ലായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു സെല്ലായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു സെല്ലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് NFP നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവ് ആയിരുന്നു. ഇതിനുള്ള റീസൺ നമ്മൾ ലാസ്റ്റ് വീക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്. ഓക്കെ, അതായത് വീക്ക്ലി, അതായത് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. ഈ ഒരു ഏരിയയിലായിട്ടൊരു സ്വിംഗ് ലോ പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്ത് കാണാം. ആൻഡ് സ്വീപ്പിന് ശേഷം ഇവിടെ നമുക്ക് എന്താണ്, ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൈസിൽ ഉണ്ടായിട്ടുള്ള കാണാം. അതിന് ശേഷം ഒരു ട്രേസ്മെൻറ്റ് കാണാം. സോ റിട്രേസ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ എങ്ങോട്ടായിരുന്നു, ഈ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിലോട്ടാണ്, വീക്ക്ലി ബുള്ളി ഷോർട്ട് ബ്ലോക്കിലോട്ടാണ് പ്രൈസ് റിട്രേസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു സ്ട്രോങ് അപ്സൈഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് കറൻ്റ്ലി ചെയ്ത് എന്തായിരുന്നു, സോ ഫസ്റ്റ് ടൈം മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ലോ ഇവിടെ സ്വീപ്പ് ചെയ്തു. അതായത് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ആൻഡ് ഓൾസോ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്താണ്, വീക്ക്ലി ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്താണ്. സോ അതിൻ്റെ ഒരു പുഷാണ് ഇപ്പോൾ കറൻ്റ്ലി പ്രൈസിന് കിട്ടിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്തായാലും ഒരു സ്ട്രോങ് അപ്പ് മൂവ് ആണ്. റെസ്റ്റ് ഓഫ് ദ മന്ത് ഞാൻ ഡോളറിൽ എക്സ്പെക്ട് ചെയ്യണത് ഒരു ബുള്ളിഷ് മൂവ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NFPയുടെ ടൈമിൽ നമുക്കൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് തരാറുണ്ട്. സോ കമ്മിങ് വീക്സിൽ ആ ഒരു ഡയറക്ഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ജൂലൈയിലെ ഫസ്റ്റ് വീക്ക്, സോ ജൂലൈയിലെ ഫസ്റ്റ് വീക്ക് നമുക്കൊരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്ത് കാണാം. അതിനുശേഷം നമുക്ക് എന്താണ്, റെസ്റ്റ് ഓഫ് ദ മന്ത് ഒരു സ്ട്രോങ് ബെയറിഷ് മൂവ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. ആൻഡ് ജൂൺ, ഓക്കെ ജൂലൈ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ മാർച്ച്, സോ 4th മാർച്ച് നെക്സ്റ്റ് വീക്ക് വന്നിട്ട് 11th മാർച്ച്, ആ ഒരു സമയത്ത് നമുക്കൊരു സ്ട്രോങ് അപ്സൈഡ് മൂവ് കാണാൻ പറ്റും. അതിൻ്റെ ശേഷം റെസ്റ്റ് ഓഫ് ദ മന്ത് പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് മോസ്റ്റ്ലി ആ ഒരു മന്തിൽ ആ ഒരു ട്രെൻഡ് എങ്ങോട്ടാണ് പ്രൈസ്, എല്ലാ മന്തിലും ഈ ഒരു സെയിം കാര്യം സംഭവിക്കണമെന്നില്ല. മോസ്റ്റ്ലി ആ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടാറുണ്ട്. സോ ഈ ഒരു വീക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് മൂവ് ആണ്. ആൻഡ് ഇവിടെ പ്രൈസിന് ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കിടക്കുന്നത് തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. സോ വേറെ കാര്യമായിട്ടുള്ള ഏരിയാസ് ഒന്നും പ്രൈസിന് അവിടെ കിടപ്പില്ല. ആൻഡ് 4 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, സോ ഇത് നമ്മുടെ വീക്ക്ലി ഓട്ട് ബ്ലോക്ക് ആണ്. ഓക്കെ, സോ ഒരു വീക്ക്ലി ഓട്ട് ബ്ലോക്ക് എന്നാണ് പുഷ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് കറൻറ്റ് ഇവിടെ നമ്മുടെ 4 അവർ നോക്കിക്കഴിഞ്ഞാൽ, ഡോളറിൻ്റെ 4 അവർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോളറിലൊരു ഡീപ്പ് റിട്രേസ്മെൻറ്റിനുള്ള ചാൻസസ് കിടപ്പുണ്ട്. കാരണം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എവിടെയായിരുന്നു, സോ ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. സോ നമ്മൾ ലാസ്റ്റ് വീക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബൈ സൈഡ്
ആൻഡ് സെൽ സൈഡ്. ഓക്കെ, ആ ഒരു സെൽ സൈഡ് കൂടെ എടുത്തു. സെൽ സൈഡ് കൂടെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്ട്രോങ് ബ്രേക്ക് പ്രൈസിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ശേഷം ഒരു സ്ട്രോങ് അപ്പുമ്പോൾ ആയിരുന്നു. ഒരു റിട്രേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. സോ റീസെൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ ഇതിൻ്റെ മിഡ് പോയിന്റ് വരെയെങ്കിലും നമുക്ക് മിനിമം, അതായത് ഇവിടെ നിന്നാണ് ഒരു റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇമ്പൾസ് ഉണ്ടാവുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് വരെയുള്ള ഒരു ട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ഒന്നുകൂടെ താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെയൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്സ് കിടപ്പുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് ഒരു റിട്രേസ്മെൻറ്റ് വീക്കാണ്. ആ ഒരു വീക്ക്ലി റേഞ്ചിലോട്ടുള്ള ഒരു NFPയുടെ ടൈമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീക്ക്ലി റേഞ്ചിലോട്ടുള്ള ഒരു റിട്രേസ്മെൻറ്റ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു NFPയുടെ ആ ഒരു ക്യാൻഡിൽ വരുന്നത്, ആ ഒരു ന്യൂസ് റിലീസ് ക്യാൻഡിൽ 4 hour ക്യാൻഡിൽ വരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും പ്രൈസ് തിരിച്ചു വരാനുള്ള ചാൻസസ് കിടപ്പുണ്ട്. അപ്പോൾ ഡോളർ എക്സ്പെക്ട് ചെയ്യണം, ആ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിൽ എക്സ്പെക്ട് ചെയ്യണ ഒരു ബുള്ളിഷ് ബാരിഷ്നെസ് ആണ്. ദെൻ അതിനുശേഷം ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യണത്. ആൻഡ് യൂറോ ഡോളറിലോട്ട് വരുവാണെങ്കിൽ 1 വീക്ക്, സോ യൂറോ ഡോളർ ഒരു സ്ട്രോങ് ബാരിഷ്നെസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് സെല്ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ദെൻ ഒരു ഇൻറ്റേർണലിലോട്ടാണ് പോണത്. സോ ഇൻറ്റേർണൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബാരിഷ് ക്യാൻഡിൽ കിടപ്പുണ്ട്. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. സോ ഇതിൻ്റെ അകത്തോട്ടൊരു ഈ ഒരു ഏരിയയിലോട്ട് റിട്രേസ്മെൻറ്റിനുള്ളൊരു ചാൻസസ് കാണുന്നുണ്ട്. സോ മിനിമം ഈ ഒരു ഏരിയ വരെയെങ്കിലും. ഓക്കെ, നമുക്ക് 4 hourലോട്ട് നോക്കാം. 4 hour നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആണ്. നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, ലാസ്റ്റ് ഒരു ക്ലീൻ ഹയർ ലോ വന്നിട്ടുള്ളത് ഈ ഒരു ലോ ആയിരുന്നു. ആൻഡ് ഇവിടെയാണ് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഒരു സ്ട്രോങ് സെല്ലായിരുന്നു. ആൻഡ് റീസെൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ നെക്സ്റ്റ് വീക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഓക്കെ, സോ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ലിക്വിഡിറ്റീസ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സ്വിംഗ് ഹൈസ് കാണാം. ഇവിടെയൊക്കെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് കിടപ്പുണ്ട്. ഇവിടെ ഒരു ക്ലീൻ സ്വിംഗ് ഹൈ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട്. സോ ഇങ്ങനെ കുറച്ച് ഏരിയാസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് വെച്ചോളൂ. സോ GBP USD നോക്കാം. GBP കുറച്ചുകൂടെ ക്ലീൻ ആണ്. സോ 1 വീക്ക്, സോ GBP നോക്കുവാണെങ്കിൽ നമ്മൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊട്ട് മുകളിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഡിലീറ്റ് റിമൂവ് ഡ്രോയിങ്സ്. യെസ്, ഈ ഒരു ഏരിയയിലായിട്ടൊരു വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആ ഒരു റിട്രേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 4 hour. ഓക്കെ, സോ GBPയിൽ കുറച്ചുകൂടെ ക്ലീൻ ആണ് കാര്യങ്ങൾ. സോ ഇവിടെ നമുക്കൊരു ലാസ്റ്റ് വീക്ക് തന്നെ നല്ലൊരു സെറ്റപ്പോട് ഫോം, അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എനിക്ക്, പക്ഷേ നല്ലൊരു സെറ്റപ്പോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു ബൈ സൈഡ് സ്വീപ്പ് കാണാം. ബൈ സൈഡ് സ്വീപ്പിന് ശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ആൻഡ് ആ ഒരു സമയത്ത് പ്രൈസ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ടെംപ്ലേറ്റ്സ് ഫീച്ചർ. ഓക്കെ, ഇവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കുവാണെങ്കിൽ അന്ന് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ബിഗ് സെല്ല് നമുക്ക് കാണാൻ പറ്റും. അന്ന് കാര്യമായിട്ട് ന്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് വ്യാഴാഴ്ച ആയിരുന്നു ഈ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നിട്ടാണ് നെക്സ്റ്റ് NFPക്ക് ആ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു ബൈ കിടപ്പുണ്ട്. സോ ബൈ സൈഡ് കിടപ്പുണ്ട് മോസ്റ്റ്ലി. നെക്സ്റ്റ് വീക്ക് GBPയിൽ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈ സൈഡ് എടുത്തതിന് ശേഷം ഇവിടെ നിന്നൊരു സെല്ല് ഉണ്ടാവാനാണ് ചാൻസസ് കിടക്കുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ സിമ്പിൾ ആയിരുന്നു. ഇവിടെ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ടായിരുന്നു. സോ ആ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നതിന് ശേഷം 15 മിനിറ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓക്കെ, ഇവിടെ വെച്ചിട്ട് തന്നെ ഈ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതായിരുന്നു. ആൻഡ് ആ ഒരു സെഷൻ ബ്രേക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. സെഷൻ ബ്രേക്സ് കൂടെ ഒന്ന് ഓൺ ചെയ്തിടാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഏഷ്യയുടെ ഹൈ ആയിരുന്നു അത്. സോ ഏഷ്യയുടെ ഹൈ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഏഷ്യയുടെ ഹൈ എടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്ട്രോങ് ഇതായിട്ട് കാണാം. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള കാണാം. സോ ഒരു ക്ലീൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയാൻ അവിടെ ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അതിന് മുന്നേ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കൂടെ കാണാം. അതിന് ശേഷമാണ് ഈ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്.
ആ ഒരു സമയത്ത് ഈ ഒരു ബൈ സൈഡ് സ്വീപ്പ് ചെയ്തിട്ടുള്ള ക്യാൻഡിലായിരുന്നു ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇതൊരു ബാരി ഷോർട്ട് ബ്ലോക്ക് ആയിട്ട് എടുക്കാം. സോ അതിൻ്റെ അകത്തോട്ട് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ഡൗൺ ക്ലോസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. സോ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു സെൽ ട്രേഡ് നോക്കാമായിരുന്നു ഈ ഒരു ക്യാൻഡിൽ ക്ലോസിലായിട്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഒരു മിറ്റിഗേഷൻ്റെ ഹൈ വെക്കാം. ടാർഗറ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു 4 അവർ ലോ വെക്കായിരുന്നു. 1:2.5 കിട്ടുന്ന ഒരു ട്രേഡ് ആയിരുന്നു അത്. സോ അതിന് ശേഷം നമുക്ക് കാണാം നെക്സ്റ്റ് ഡേ ഒരു സ്ട്രോങ് സെല്ല് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സോ NFPയുടെ സെല്ല് ഇതായിരുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നു, അതിന് ശേഷം ഒരു സ്ട്രോങ് സെൽ. സോ ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം, അതായത് 4 അവറിലോട്ട് വരുവാണെങ്കിൽ, സോ ലാസ്റ്റ് ഫ്രൈഡേയുടെ ഹൈ എടുത്തതിന് ശേഷം ഈ ഒരു ബിഗ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെല്ലാണ് ഞാൻ GBPയിൽ എക്സ്പെക്ട് ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ USD CHF എനിക്ക് കറൻ്റ്ലി വ്യൂസ് ഇല്ല, അത്ര ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നത്. സോ GBP ആൻഡ് EU ആണ് ഞാൻ കുറച്ച് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വീക്ക് കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് GBP USD, Euro USD ആയിരിക്കും. ഡയറക്ഷൻ കൊണ്ടിട്ട് DXY ഈ ഒരു 3 കാര്യങ്ങളോട്ടായിരിക്കും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് നോക്കുവാണെങ്കിൽ ന്യൂസസ് നോക്കാം നമുക്ക്. CPI കിടപ്പുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് നോക്കുവാണെങ്കിൽ മൺഡേ AUD ബാങ്ക് ഹോളിഡേ ആണ്, CNY ബാങ്ക് ഹോളിഡേ ആണ്. ട്യൂസ്ഡേ ന്യൂസസ് ഒന്നുമില്ല. വെനസ്ഡേ NZDയിൽ കുറച്ച് ന്യൂസസ് ഉണ്ട്. ആൻഡ് തേഴ്സ്ഡേ CPI കിടപ്പുണ്ട്. സോ തേഴ്സ്ഡേ USDയിൽ CPI മന്ത് ഓൺ മന്ത് ഉണ്ട്. കോർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ന്യൂസ് ആണ്. മന്ത് ഓൺ മന്ത്, ഇയർ ഓൺ ഇയർ. നെക്സ്റ്റ് വീക്ക് ബുധനാഴ്ച വോൾട്ടൈലായിരിക്കും. ഒരു ബിഗ് മൂവ് ബുധനാഴ്ച കാണാൻ പറ്റും. മോസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത് ആ ഒരു ഡോളറിൽ ആ ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യണത്. ആൻഡ് ഫ്രൈഡേ CAD USDയിൽ കോർ PPI, പിന്നെ CAD GBPയിൽ GDP കിടപ്പുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് ഒരു ബിഗ് ഡേ പറഞ്ഞത് ശരിക്കും തേഴ്സ്ഡേ ആണ്. സോ തേഴ്സ്ഡേ USD CPI. ഓക്കെ, അതാണ് നെക്സ്റ്റ് വീക്കിലുള്ള ഒരു മേജർ ന്യൂസ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. സോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ട് വൈസ് ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി അക്കൗണ്ട് കിടക്കുന്നത് +2%. സോ ഈ ഒരു വീക്ക് ഇതിന് ആ ഒരു phase 1 പാസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. സോ ഇക്വിറ്റി കേർവ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഫസ്റ്റ് ഒരു ലോസ് വന്നു, ദെൻ ഒരു ബിഗ് വിൻ കിട്ടി, ദെൻ ഇപ്പോൾ ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. സോ ആ ഒരു കേർവായിട്ട് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. സോ ഒരു വിൻ ആ ഒരു രീതിയിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണതില്ല. സോ ഒരു നല്ലൊരു വിൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ലോസ് ഉണ്ടാവും. സോ നമുക്ക് മാനേജ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കിലോട്ടുള്ള അപ്ഡേറ്റ്സ് വഴി വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.